ഇന്നത്തെ നമ്മളെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നല്ല ടേസ്റ്റി ആയതും അതുപോലെ തന്നെ എണ്ണയിലൊന്നും മുക്കിപ്പൊരിക്കാത്തതും സ്നാക്കായിട്ടും ഡിന്നറായിട്ടും ഉണ്ടാക്കാൻ പറ്റിയ നല്ലൊരു ഐറ്റമാണ്. വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുന്നേ ഈ വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ പ്ലീസ് ഒന്ന് ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ. എന്നാൽ ശരി, വീഡിയോ കണ്ടു നോക്കാം. അപ്പോൾ ഇത് ഉണ്ടാക്കാൻ വേണ്ടി ഇളം ചൂടുള്ള പാല് 1/4 കപ്പ് ഒരു ബൗളിലേക്ക് ഒഴിച്ചു കൊടുക്കാവുന്നതാണ്. ഈ പാൽ ഒരുപാട് ചൂടുള്ളതും ഒരുപാട് തണുത്ത പാലും എടുക്കാൻ പാടില്ല. ഇതുപോലെ ഇളം ചൂടുള്ള പാൽ തന്നെ എടുക്കണേ. ഞാനിവിടെ 250ൻ്റെ കപ്പിനാണ് 1/4 കപ്പ് പാലെടുത്തിട്ടുള്ളത്. ഇനി ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ പഞ്ചസാരയും കൂടെ ഇട്ട് കൊടുക്കാം. ഈ പഞ്ചസാര ഇതുപോലെ ഇട്ട് കൊടുത്തിട്ട് നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. ഇതോടൊപ്പം തന്നെ ഇതിലേക്ക് 1 ടീസ്പൂൺ ഇൻസ്റ്റൻറ്റ് ഈസ്റ്റും കൂടെ ചേർത്ത് കൊടുക്കാം. ഡ്രൈ ഈസ്റ്റ് ആയാലും ചേർത്ത് കൊടുത്താൽ മതിയേ. ഇനി ഇത് നമുക്ക് 10 മിനിറ്റ് അടച്ചു വെച്ച് കൊടുക്കാം. ഈ ഈസ്റ്റ് ഒന്ന് ആക്റ്റീവായി വരാൻ വേണ്ടിയാണ്. ഇതിപ്പം 10 മിനിറ്റ് ആയിട്ടുണ്ട്. ഈസ്റ്റെല്ലാം നല്ല പോലെ ആക്റ്റീവായി വന്നിട്ടുണ്ട്. ഈസ്റ്റ് ഇതുപോലെ തന്നെ പൊങ്ങി വരണേ, എന്നെങ്കിൽ മാത്രമേ നമുക്കിത് റെഡിയായി കിട്ടുള്ളൂ. ഇനി നമുക്കിതിലേക്ക് 2 കപ്പ് മൈദപ്പൊടി ഇട്ട് കൊടുക്കാം. 250ൻ്റെ കപ്പിന് തന്നെയാണ് ഇട്ട് കൊടുക്കുന്നത്. പിന്നെ ഇതിലേക്ക് 1/4 ടീസ്പൂൺ ഉപ്പും കൂടെ ഇട്ട് കൊടുത്തിട്ട് നല്ല പോലെ ഒന്ന് കുഴച്ചെടുക്കണം. ഇതുപോലെ കുഴച്ചെടുക്കുന്ന സമയത്ത് 1 ടേബിൾ സ്പൂണും കൂടെ പാലൊഴിച്ച് കൊടുക്കുന്നുണ്ട്. വീണ്ടും ഇത് നല്ല പോലെ ഒന്ന് കുഴച്ച് കൊടുക്കാം. വീണ്ടും ഇതുപോലെ നന്നായി കുഴച്ചെടുക്കുന്ന സമയത്ത് 1 ടേബിൾ സ്പൂണും കൂടി പാലൊഴിച്ച് കൊടുക്കുന്നുണ്ട്. അങ്ങനെ ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ പാല് അധികം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഈ പാലിന് പകരം വേണമെങ്കിൽ ഇളം ചൂടുള്ള വെള്ളം ചേർത്ത് കൊടുത്തിട്ടും ഇതുപോലെ കുഴച്ചെടുത്താൽ മതിയേ. കൗണ്ടർ ടോപ്പിലേക്ക് അല്പം ഓയിലാക്കി കൊടുത്തിട്ട് നല്ല പോലെ ഒന്ന് കുഴച്ചെടുക്കാം. അങ്ങനെ ഇതിപ്പോൾ ഞാൻ നല്ല പോലെ കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊരു ബൗളിലേക്ക് മാറ്റി കൊടുത്തിട്ട് ഇതിൻ്റെ മുകളിലേക്ക് കുറച്ച് ഓയിലൊന്ന് സ്പ്രെഡാക്കി കൊടുക്കാം. ഇനി ഓയിൽ ഇതുപോലെ സ്പ്രെഡാക്കി കൊടുത്തതിന് ശേഷം ഇതിൻ്റെ മുകളിലേക്ക് ഒരു കോട്ടൺ തുണി നനച്ചതിന് ശേഷം ഇതുപോലെ അങ്ങിട്ട് കൊടുക്കാം. ഇനി നമുക്കിത് അടച്ചു വെച്ചിട്ട് ഒരു 2 മണിക്കൂർ റെസ്റ്റിന് വെക്കാം. ഈ സമയത്ത് നമുക്ക് ഇതിലേക്ക് ഒരു ഫില്ലിങ് റെഡിയാക്കി എടുക്കണം. അതിനായി ഒരു ബൗളിലേക്ക് ഒരു മീഡിയം സൈസിലുള്ള സവോള ഇതുപോലെ കട്ട് ചെയ്തത്, അതോടൊപ്പം തന്നെ ഇതിലേക്ക് ഒരു മീഡിയം സൈസിലുള്ള തക്കാളി ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തതും കൂടി ഇട്ട് കൊടുക്കാം. പിന്നെ ഒരു ചെറിയ ക്യാപ്സിക്കം കട്ട് ചെയ്തത്, പിന്നെ ഒരു 3 മീഡിയം സൈസിലുള്ള പച്ചമുളക് കട്ട് ചെയ്തത്. ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ഉപ്പും മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും കൂടെ ചേർത്ത് കൊടുത്തിട്ട് ഫ്രൈ ചെയ്തെടുത്ത ചിക്കൻ ചെറുതായിട്ട് ഇതുപോലെ പീസാക്കിയതാണ്. പിന്നെ 1/4 കപ്പ് മയോണീസ്, ഹോം മെയ്ഡ് മയോണീസാണ് ഞാനിവിടെ ചേർത്ത് കൊടുക്കുന്നത്. ഇതുപോലെ മയോണീസും കൂടെ ചേർത്ത് കൊടുത്തതിന് ശേഷം ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുത്താൽ മതിയേ. ഉപ്പ് കൂടുതൽ ചേർത്ത് കൊടുക്കേണ്ട ആവശ്യമില്ല. മയോണീസിലും ഉപ്പ് ചേർത്തിട്ടുണ്ട്, ചിക്കൻ ഫ്രൈ ചെയ്യുമ്പോഴും ഉപ്പ് ചേർത്തിട്ടുണ്ട്. അതുകൊണ്ട് ഒരു 1/4 ടീസ്പൂൺ വരെ ഇട്ട് കൊടുത്താൽ മതിയേ. ഇനി ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി, 2 ടേബിൾ സ്പൂൺ ടൊമാറ്റോ സോസും കൂടെ ഇതുപോലെ അങ്ങ് ഒഴിച്ചു കൊടുക്കാം. ഇനി നമുക്കിതെല്ലാം കൂടി നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. ഞാനിപ്പം ഇതുപോലെ നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് സ്റ്റൗവിലേക്ക് അടികട്ടിയുള്ളൊരു പാത്രം അടച്ചു വെച്ച് കൊടുത്തിട്ട് ഹൈ ഫ്ലെയിമിൽ 5 മിനിറ്റ് ചൂടാകാൻ വെക്കാം. നമ്മൾ നേരത്തെ കുഴച്ച് മാറ്റി വെച്ചത് 2 മണിക്കൂറായിട്ടുണ്ട്. നല്ല പോലെ പൊന്തിയൊക്കെ വന്നിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് നല്ല പോലെ ഒന്ന് കുഴച്ചെടുക്കാം. ഇനി നമുക്കിത് 2 ഉരുളകളാക്കി എടുക്കാം. ഞാനിവിടെ ഇത് 2 എണ്ണം ആക്കിയിട്ടാണ് ചെയ്തെടുക്കുന്നത്. നിങ്ങൾക്ക് ചെറുത് മതിയെങ്കിൽ 4 എണ്ണം വരെ ആക്കിയെടുക്കാം. ഇനി ഇതിൽ നിന്ന് ഒരു ഉരുള എടുത്തിട്ട് നമുക്ക് കൗണ്ടർ ടോപ്പിൽ കുറച്ച് പൊടി ഇട്ട് കൊടുത്തിട്ട് ഇതുപോലെ നീളത്തിലൊന്ന് പരത്തിയെടുക്കണം. ഇതുപോലെ പരത്തി കൊടുക്കുന്ന സമയത്ത് ഒരുപാട് കട്ടി കുറച്ച് പരത്തേണ്ട ആവശ്യമൊന്നുമില്ല. ഈ ഒരു കട്ടിയിൽ പരത്തിയെടുത്താൽ മതിയേ. ഇനി നമുക്കിതിൻ്റെ മുകളിലേക്ക് കുറച്ച് ടൊമാറ്റോ സോസ് ഇതുപോലെ അങ്ങ് ആക്കി കൊടുക്കാം. ഞാനിവിടെ ഒരു ബ്രഷ് വെച്ചിട്ടാണ് ഇതുപോലെ അങ്ങ് ആക്കി കൊടുക്കുന്നത്.
പിന്നെ നമുക്ക് ഇതിൻ്റെ മുകളിലേക്ക് നേരത്തെ റെഡിയാക്കി വെച്ച ആ ഫില്ലിങ്ങിൻ്റെ പകുതി ഇതുപോലെ അങ്ങ് ഇട്ട് കൊടുക്കാം. ഇതാ ഫില്ലിങ് പകുതി ഇതിൻ്റെ മുകളിലോട്ട് ഇതുപോലെ അങ്ങ് വെച്ച് കൊടുത്തിട്ടുണ്ട്. പിന്നെ കയ്യിൽ ചീസ് ഉണ്ടെങ്കിൽ ചീസും കൂടെ ഇതുപോലെ അങ്ങ് വെച്ച് കൊടുക്കാം. ചീസ് ഉണ്ടെങ്കിൽ ഇതുപോലെ വെച്ച് കൊടുത്താൽ മതി, ഇല്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. പിന്നെ ഇതിലേക്ക് കുറച്ച് ഒറിഗാനോയും കൂടെ ഇട്ട് കൊടുക്കാം. ഇനി നമുക്കൊരു കത്തി വെച്ചിട്ട് ഇതിൻ്റെ സൈഡ് ഇതുപോലെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കാം. ഇത് നമുക്കിങ്ങനെ കാണുമ്പോൾ ഒരുപാട് ബുദ്ധിമുട്ടുള്ളതാണെന്ന് തോന്നും. ഇത് അങ്ങനെയൊന്നും ഇല്ല കേട്ടോ. പെട്ടെന്ന് വളരെ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു ഐറ്റം തന്നെയാണ്. ഇതാ ഞാനിപ്പോൾ ഇതുപോലെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഈ രണ്ടറ്റവും പിടിച്ചിട്ട് ഇതുപോലെ ഒന്ന് ആക്കി കൊടുക്കാം. ഇതാ ഇപ്പോൾ ഈ വീഡിയോയിൽ കാണിക്കുന്നത് പോലെ രണ്ടറ്റത്തുനിന്നും പിടിച്ചിട്ട് ഇതുപോലെ നന്നായി ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ മതിയേ. ഇങ്ങനെ മൊത്തം ഒന്ന് ചെയ്തെടുക്കാം. അറ്റത്തെത്തുമ്പോൾ ഇതുപോലെ ഒന്ന് കൂട്ടിപ്പിടിച്ചിട്ടൊന്ന് നല്ലപോലെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ മതിയേ. അങ്ങനെ ഇതാ ഇതിപ്പോൾ ഇവിടെ സെറ്റായിട്ടുണ്ട്. ഇനി നമുക്കിത് ബേക്ക് ചെയ്തെടുക്കണം. അതിനുവേണ്ടി ഇതാ ഒരു അടപ്പിലേക്ക് അല്പം നെയ്യ് സ്പ്രെഡാക്കി കൊടുത്തതിന് ശേഷം കുറച്ച് പൊടിയിട്ടിട്ട് തട്ടി കൊടുത്തിട്ടുണ്ട്. ഇനി പതിയെ എടുത്തിട്ട് ഇതിൻ്റെ മുകളിലേക്ക് അങ്ങ് വെച്ച് കൊടുക്കാം. ഇത് ഇതുപോലെ എടുത്തു വെക്കുന്ന സമയത്ത് ഒന്ന് ശ്രദ്ധിച്ചിട്ട് പതിയെ ചെയ്തെടുത്താൽ മതിയേ. ഇനി നമുക്കിതിൻ്റെ മുകളിലായിട്ട് കുറച്ച് ഇതുപോലെ ടൊമാറ്റോ സോസ് ഒന്ന് സ്പ്രെഡാക്കി കൊടുക്കാം. ഇതാ ഞാനിപ്പോൾ ഒരു ബ്രഷ് വെച്ചിട്ട് ഇതുപോലെ ടൊമാറ്റോ സോസ് ഒന്ന് സ്പ്രെഡാക്കി കൊടുത്തിട്ടുണ്ട്. ഇത് ഓവനിൽ ചെയ്തെടുക്കുന്നവർക്ക് എഗ്ഗിൽ കുറച്ച് പാലാക്കി കൊടുത്തിട്ട് ഈ സോസിന് പകരം ഇതുപോലെ അങ്ങ് ആക്കി കൊടുത്താൽ മതി. അപ്പോഴത്തേനും നമ്മളെ ഓവൻ സെറ്റപ്പ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഞാൻ ഇതിൻ്റെ അകത്തേക്ക് ഒരു തട്ടിട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. അതിൻ്റെ മുകളിലോട്ട് ഇത് പതിയെ അങ്ങ് വെച്ച് കൊടുക്കാം. ഇനി ഇത് നമുക്ക് ഹൈ ഫ്ലെയിമിൽ ഒരു 15 മിനിറ്റാണ് അടച്ചു വെച്ച് കൊടുത്തിട്ട് ബേക്ക് ചെയ്തെടുക്കേണ്ടത്. ഒരു 10 മിനിറ്റ് ആകുമ്പോൾ നമുക്കൊന്ന് തുറന്ന് നോക്കാം. എൻ്റെത് ഇവിടെ 15 മിനിറ്റ് ആകുമ്പോഴത്തേനും ഇത് നല്ലപോലെ റെഡിയായി കിട്ടിയിട്ടുണ്ട്. കൂടുതൽ സമയം വെച്ച് കൊടുക്കേണ്ട ആവശ്യമില്ല. ഇനി ഇത് പ്ലേറ്റിലേക്ക് മാറ്റി കൊടുക്കാം. അടുത്തതും ഇതുപോലെ അങ്ങ് ചെയ്തെടുത്താൽ മതിയേ. ഇനി ഇതൊരു പ്ലേറ്റിലേക്ക് മാറ്റി കൊടുത്തതിന് ശേഷം കുറച്ച് ബട്ടർ ഉണ്ടെങ്കിൽ ഇതുപോലെ ഒന്ന് സ്പ്രെഡാക്കി കൊടുക്കാം. ഇനി നമുക്കൊന്ന് കട്ട് ചെയ്ത് നോക്കാം. അങ്ങനെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഐറ്റം ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് നമുക്ക് കാണുമ്പോഴുള്ള ബുദ്ധിമുട്ടൊന്നുമില്ല. വളരെ സിമ്പിളായിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു ഐറ്റമാണ്. ഡിന്നറായിട്ടും കുട്ടികൾക്ക് സ്നാക്കായിട്ടെല്ലാം കൊടുത്തു വിടാനും പറ്റുന്ന ഒരു ഐറ്റം തന്നെയാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ മറക്കാതെ തന്നെ ഒന്ന് ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ. ഇൻഷാ അല്ലാഹ് അടുത്തൊരു പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.